കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതീവാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദിഭാവയാമി. പ്രിയപ്പെട്ടവരെ, ഞാൻ അരവിന്ദാഞ്ചല്ലൂർ. എല്ലാവർക്കും ഇന്നത്തെ സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ തുടങ്ങിയത് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? പറഞ്ഞ ശ്ലോകം ഇതായിരുന്നു: കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രം അനന്തരൂപം ചിദംബരേശം ഹൃദിഭാവയാമി അല്ലെ? ഒന്നുകിൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രം തന്നെയായിരിക്കും. അല്ല എങ്കിൽ ഈ മന്ത്രം ജപിച്ച് കേൾക്കുന്ന സമയത്ത് അതിൽ ആ പറയുന്ന വരികൾ കേൾക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ജപിക്കുന്നതെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും അല്ലെ? നമ്മൾ പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല, ശ്രീ മഹാദേവനെ കുറിച്ചാണ് വന്ദിച്ചത്. സാക്ഷാൽ ചിദംബരേശനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രമാണ് കേട്ടോ. കൃപാസമുദ്രം എന്ന് പറയുമ്പോൾ അല്ലെ, സമുദ്രത്തെ പോലെ അല്ലെ, സമുദ്രം പോലെയുള്ള അല്ലെ, പിന്നെയോ കൃപാസമുദ്രം സുമുഖം, സുന്ദരനായിട്ടുള്ള ത്രിനേത്രമുള്ള അല്ലെ, 3 കണ്ണുകളുള്ള അല്ലെങ്കിൽ തൃക്കണ്ണുകളുള്ള ത്രിനേത്രം. പിന്നെയോ പാർവതി വാമഭാഗം, പാർവതിയെ ആരാണോ തന്റെ ഇടതുവശത്ത് നിർത്തിയിട്ടുള്ള അല്ലെ. പിന്നെയോ ജടാധരം, ജട ധരിച്ചിട്ടുള്ള പാർവതി വാമഭാഗം സദാശിവം, അതായത് ദയോടുകൂടി, എപ്പോഴും ദയുള്ള സദാശിവൻ, അങ്ങനെയാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. സദാശിവം രുദ്രം അനന്തരൂപം, അതായത് കോപത്തിന് പരിധിയില്ലാത്തതെന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു കോപത്തിന്റെ ഇതൊക്കെ അറിയാലോ, ദയുള്ള ആളുമാണ്, അതോടൊപ്പം കോപത്തിന് പരിധിയില്ലാത്ത ഒരു ആളുമാണ്. സദാശിവൻ രുദ്രം അനന്തരൂപം ചിദംബരേശം ഹൃദിഭാവി, അങ്ങനെയുള്ള ചിദംബരേശനെ എന്ത് ചെയ്യുന്നു, വന്ദിക്കുന്നു എന്നാണ് കേട്ടോ ആ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രം അനന്തരൂപം ചിദംബരേശം ഹൃദിഭാവയാമി ജപിക്കുക കേട്ടോ. ചിദംബരേശനുമായി ആ ഒരു ബന്ധം നമുക്കറിയാലോ. നമ്മുടെ പ്രീവിയസില് ചിദംബരത്തു നിന്നും ഖരൻ കൊണ്ടുവന്ന 3 ശിവലിംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ആ ഒരു സങ്കല്പത്തില് 5 ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിവിധമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പഞ്ചഭൂതങ്ങളെ പ്രതിദാനം ചെയ്യുന്ന പ്രതിഷ്ഠകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ എക്സാമിന് മുൻപായിട്ടുള്ള ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ഒന്ന് വിശകലനം ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് മഹാദേവന്റെ ആ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാനുള്ള കാരണം, നമ്മുടെ പ്രീവിയസ് ചോദ്യത്തിൽ അല്ലെ, പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ജപിക്കുന്ന, വേറെ ഏതൊരു മന്ത്രം അറിയില്ലെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ജപിക്കുന്ന മന്ത്രമാണ് എന്ത്, പഞ്ചാക്ഷരി മന്ത്രം അല്ലെ. എന്താണ് പഞ്ചമായിട്ടുള്ള അക്ഷരം അല്ലെ, അതായത് 5 അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഇത് പഞ്ചാക്ഷരി മന്ത്രം. അപ്പോ അത്തരത്തിലുള്ള പഞ്ചാക്ഷരി മന്ത്രമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ. ഓം നമശിവായ അല്ലെ, നമശിവായാണ് കേട്ടോ ഈ നമശിവായ അല്ലെ. എത്ര അക്ഷരങ്ങളുണ്ട്? 5 അക്ഷരങ്ങളുണ്ടല്ലോ. ഈ 5 അക്ഷരങ്ങൾ ചേർന്നത് കൊണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്, പഞ്ചാക്ഷരി മന്ത്രം ഇതെന്ന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ചോദ്യങ്ങളിൽ പ്രീവിയസ് ആയി വന്നിട്ടുള്ളത് കൊണ്ട് ചോദ്യം ഇത്രേ വന്നിട്ടുള്ളൂ, പഞ്ചാക്ഷരി മന്ത്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഡീപ്പായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് മഹാദേവനിൽ നിന്നുമാണ്. മഹാദേവന്റെ പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അറിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക, പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നത് എന്താണ്, നമ്മുടെ നമശിവായ എന്ന് പറയുന്ന 5 അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രമാണ് എന്ത്, പഞ്ചാക്ഷരി മന്ത്രം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നോക്കൂ, ഇനി ഈ പറയുന്ന മന്ത്രം അല്ലെ, അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, വച്ചിരിക്കുക. ഒരുപക്ഷെ ചോദ്യകർത്താവ് ഇനി വരുന്ന ചോദ്യങ്ങളിൽ അതിന്റെ ഉൾത്തലങ്ങളിലേക്ക് കയറി ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് പോകാൻ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? നോക്കൂ, യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള മന്ത്രമാണ് ഏത്, നമശിവായ അല്ലെ. അപ്പോ വേദങ്ങളിൽ നമുക്കറിയാം, ആ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കുക, എത്ര വേദമുണ്ട്, 4 വേദമുണ്ട് അല്ലെ. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട് അല്ലെ. അപ്പോ ഈ പറയുന്നതിൽ യജുർവേദം അല്ലെ, യജുർവേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള, യജുർവേദത്തിൽ എവിടെ നിന്നുമാണ്, ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും അല്ലെ, രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏത്, നമ്മുടെ ഈ പറയുന്ന പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള നമശിവായ കേട്ടോ. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ്, ഏതു വേദത്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യജുർവേദമാണ് കേട്ടോ. ഏത് വേദത്തിൽ നിന്നുമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യജുർവേദമാണ്. പിന്നെയോ യജുർവേദത്തിൽ ഏത് ഭാഗത്തു നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നുമാണ് അല്ലെ. അപ്പോൾ ശ്രീ രുദ്രചക്ര സ്തോത്രം, യജുർവേദം, മന്ത്രം എന്ന് പറയുന്ന ഏതാണ്, നമശിവായാണ്. 5 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അറിയപ്പെടുന്നത് പഞ്ചാക്ഷരി മന്ത്രം എന്നാണ്. ഓക്കെ ആണോ? നമ്മൾ ഈ പറഞ്ഞ അല്ലെ, 5 അക്ഷരങ്ങൾ ഉള്ളതിനാൽ പഞ്ചാക്ഷരി എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രമാണ് നമശിവായ അല്ലെ. പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ടാണ് അതിന്റെ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവന്റെ ഏറ്റവും പരിപാവനവും സുപ്രസിദ്ധവുമായ നാമമാണ് എന്ത്, നമശിവായ അല്ലെ.
മഹാദേവനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും അല്ലെ മഹാദേവന്റെ ഒരു അമ്പലത്തിൽ ചെല്ലുകയാണെങ്കിൽ ജപിക്കാൻ അറിയാവുന്ന മന്ത്രം തന്നെയാണ് എന്ത്, ഈ പറയുന്ന നമഃശിവായ. അതിന്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണെന്ന് ഓർമ്മിക്കുക. വേദമന്ത്രം കൂടിയാണ് അല്ലെ, വേദത്തിനകത്ത് ശ്രീ രുദ്രചക്ര സ്തോത്രത്തിനകത്തുള്ളതാണ്. പിന്നെ ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മന്ത്രം കൂടിയാണ് ഏത്, നമ്മുടെ ഈ പറയുന്ന നമഃശിവായ കേട്ടോ. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, നമഃശിവായ അല്ലെ, നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് എല്ലാ വാക്കുകൾക്കും അല്ലെങ്കിൽ എല്ലാ പേരുകൾക്കും പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് ഓരോ അർത്ഥങ്ങൾ അത് പറയുന്നുണ്ട് കേട്ടോ. അക്ഷരം തിരിച്ചുള്ള അർത്ഥങ്ങളുണ്ട്, വാക്കുകൾ അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമഃശിവായ എന്ന് പറയുന്ന ഓരോ അക്ഷരങ്ങളും എന്തിനെ കുറിക്കുന്നു എന്ന് എന്ത് ചെയ്യുക, നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. നോക്കിക്കോളൂ, നമഃശിവായയിലെ ആദ്യത്തെ അക്ഷരമാണ് എന്ത്, ന അല്ലെ. നമഃശിവായയിലെ ആദ്യത്തെ അക്ഷരമാണ് ന. അപ്പോ ആ പറയുന്ന ന എന്ന് പറയുന്ന അക്ഷരത്തെ കുറിക്കുന്നത് ഭഗവാൻ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം അല്ലെ, തൻ്റെ ഭക്തരോടാകട്ടെ അല്ലെ, തൻ്റെ ആരോടുമാകട്ടെ ഭഗവാന്റെ ഉള്ളിലുള്ള ആ ഒരു ലാളിത്യം. അപ്പോൾ അത്തരത്തിൽ ഭഗവാന്റെ അല്ലെ, ഞാൻ പറഞ്ഞല്ലോ രുദ്രമൂർത്തിയാണ്, അല്ലെങ്കിൽ എപ്പോഴും കോപാകുലനായിട്ട് അല്ലെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സർവവും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അല്ലെ, നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികൾ എന്നാ പറയുന്നത്, അറിയാലോ. അത് സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവാണെങ്കിൽ അല്ലെ, സ്ഥിതി എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതിനൊക്കെ പരിപാലിച്ചു പോരുന്നത് മഹാവിഷ്ണുവാണ്. പിന്നെയോ അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് അല്ലെ, അതിനെയൊക്കെ എന്ത് ചെയ്യുക, നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ആരാണ്, മഹാവിഷ്ണു. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് മഹാദേവനാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ള മഹാദേവനാണെങ്കിൽ കൂടിയും മഹാദേവന്റെ ഉള്ളിൽ എന്തുണ്ട്, ഈ പറയുന്ന തന്റെ ഭക്തരോടുള്ള ലാളിത്യം അല്ലെ. അപ്പൊ അത്തരത്തിൽ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെ കുറിക്കുന്ന അക്ഷരമാണ് എന്ത്, നമഃശിവായയിലെ ന എന്ന അക്ഷരം. ഓക്കെ ആണോ? അപ്പൊ പഞ്ചാക്ഷരി മന്ത്രവും നമ്മൾ പറഞ്ഞു, വേദത്തിൽ നിന്നും, ഏത് വേദമാണ്, യജുർവേദത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ശ്രീ രുദ്രചക്ര അല്ലെ സ്തോത്രത്തിൽ നിന്നുമാണ് പഞ്ചാക്ഷരി മന്ത്രം എടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെയോ ഇനി നമഃശിവായയിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ തിരിച്ചു പഠിക്കുകയാണ്. ന എന്ന അക്ഷരത്തെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ ഉള്ളിലുള്ള ലാളിത്യത്തെ കുറിക്കുന്ന പദമാണ് അല്ലെങ്കിൽ അക്ഷരമാണ് എന്ത്, നമഃശിവായയിലെ ന എന്ന അക്ഷരം. ഓക്കെ ആണോ? ഇനി നോക്കൂ, മാ എന്ന അക്ഷരമാണെങ്കിലോ പ്രപഞ്ചത്തെ കുറിക്കുന്നു അല്ലെ. നമ്മുടെ ഈ പറയുന്ന നമഃശിവായ എന്ന ആ അക്ഷരത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് മാ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ അക്ഷരം എന്തിനെ കുറിക്കുന്നു, പ്രപഞ്ചത്തെ കുറിക്കുന്നു. അപ്പോൾ ന എന്ന അക്ഷരം എന്തിനെയാണ്, ഭഗവാന്റെ ഉള്ളിലെ ലാളിത്യത്തെ കുറിക്കുന്നുവെങ്കിൽ മാ എന്ന അക്ഷരം ഈ പൂർണ്ണമായിട്ടുള്ള പ്രപഞ്ചത്തെ കുറിക്കുന്നതാണ് മാ എന്ന അക്ഷരം. ഇനി നോക്കൂ, ശിവായയിലെ അല്ലെ, ഷി എന്ന അക്ഷരം ആ നമ്മുടെ പരമശിവൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് പോലെ, മഹാദേവനെ പറയുന്നത് പോലെ ഷി എന്ന അക്ഷരം ശിവനെ തന്നെ എന്ത് ചെയ്യുന്നു, പ്രതിനിധീകരിക്കുന്നു അല്ലെ. മഹാദേവനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരമാണ് എന്ത്, ഷി അല്ലെങ്കിൽ ശികാരം. ഇനി നോക്കൂ, വകാരം അല്ലെങ്കിൽ വാ എന്ന അക്ഷരം ഭഗവാന്റെ തുറന്ന ലാളിത്യം അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു ഭഗവാന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം അല്ലെ, അതുപോലെ തന്നെ ഭഗവാൻ പ്രകടിപ്പിക്കുന്ന ലാളിത്യത്തെ ഏത് അക്ഷരം കുറിക്കുന്നു, വകാരം എന്ന വാ അല്ലെ, വാ എന്ന അക്ഷരം ആ ഒരു എന്ത് ചെയ്യുന്നു അക്ഷരം കുറിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, യാ എന്ന അവസാനത്തെ അക്ഷരം കുറിക്കുന്നത് ആത്മാവിനെയാണ് കേട്ടോ. യാ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾ അല്ലെ അടങ്ങിയ പഞ്ചാക്ഷരി മന്ത്രത്തിലെ ന എന്ന അക്ഷരം സാക്ഷാൽ പരമശിവന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന എന്താണ്, ലാളിത്യത്തെ കുറിക്കുന്നതാണ്. ഇനിയോ മകാരം എന്ന അക്ഷരം അല്ലെ, മാ എന്ന അക്ഷരമാണെങ്കിൽ ഈ സർവമായിട്ടുള്ള അല്ലെ പ്രപഞ്ചത്തെ തന്നെ കുറിക്കുന്ന അക്ഷരമാണ് എന്താ, മാ എന്ന് പറയുന്ന അക്ഷരം. ഇനി ശികാരമാകട്ടെ അത് സാക്ഷാൽ ശിവനെ തന്നെ പ്രതിനിധീകരിക്കുന്ന അക്ഷരമാണ്. ഇനി വകാരമാണെങ്കിലോ ഭഗവാന്റെ തുറന്ന ലാളിത്യം അല്ലെ, ഭഗവാൻ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെ പ്രകടമായിട്ടുള്ള ലാളിത്യത്തെ ഏത് അക്ഷരം കുറിക്കുന്നു, വകാരം കുറിക്കുന്നു. ഇനി യാ എന്ന അക്ഷരമാണെങ്കിൽ ആത്മാവിനെ കുറിക്കുന്നു കേട്ടോ. അപ്പോ നകാരം, മകാരം, ശികാരം, വകാരം, യകാരം അല്ലെ 5 അക്ഷരങ്ങളാണ്. അതിൽ എന്താണ് ഈ പറയുന്ന ഓരോ അക്ഷരങ്ങളും എന്തിനെ കുറിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ. ഒരുപക്ഷെ സ്പ്ലിറ്റപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഡീപ്പായിട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഭഗവാന്റെ ഉള്ളിലെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ലാളിത്യത്തെ കുറിക്കാൻ നകാരവും, പ്രപഞ്ചത്തെ കുറിക്കുവാൻ മകാരവും, ഭഗവാനെ കുറിക്കാൻ ശിവനെ കുറിക്കുവാനായിട്ട് ശികാരവും, പിന്നെയോ ഭഗവാന്റെ പ്രകടമായിട്ടുള്ള ലാളിത്യത്തെ കുറിക്കാനായിട്ട് വകാരവും, പിന്നെയോ ആത്മാവിനെ കുറിക്കാനായിട്ട് എന്താണ് നമ്മുടെ ഈ പറയുന്ന യകാരവുമാണ് കേട്ടോ. നിങ്ങൾ ഈ നമ്മുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ പഞ്ചാക്ഷരി മന്ത്രം വെച്ചിട്ടുള്ള ആ ഒരു ശ്ലോകമൊക്കെ നിങ്ങൾ എനിക്കൊന്ന് അറിയാവുന്നവരായിരിക്കും. ചില അമ്പലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ശിവായ ഗൗരി വദനാരവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. പിന്നെ വസിഷ്ഠ കുംഭോത്ഭവ ഗൗതമാദി
മുനീന്ദ്രദേവാർച്ചിത പാത അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മുടെ ഈ മന്ത്രമുണ്ട് നമഃശിവായ അങ്ങനെ തുടങ്ങിയിട്ടേ. അപ്പോൾ ഓരോ ഈ പറയുന്ന നഗാരത്തെ കുറിക്കുന്ന ആ ഒരു 4 വരി അതിൽ വരുന്ന ശ്ലോകമുണ്ട്, പിന്നെ മകാരത്തെ കുറിക്കുന്ന, ശികാരത്തെ കുറിക്കുന്ന, മകാരത്തെ കുറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അറിയാവുന്നവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ അക്ഷരങ്ങളെ പ്രത്യേകം എന്ത് ചെയ്യുന്നു കുറിച്ചൊന്ന് പഠിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നോക്കൂ, ഈ 5 അക്ഷരങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രപഞ്ച ശക്തികളായ പഞ്ചഭൂതങ്ങളെയും എന്ത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെ. പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെ മഹാദേവനുമായി ബന്ധപ്പെട്ട ഒരു പഞ്ചഭൂതങ്ങളുടെ ആ ഒരു സങ്കല്പത്തിൽ ഓരോ ഭാഗത്തായിട്ട് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള 5 ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നമുക്കറിയാലോ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, പൃഥ്വി അപ് തേജസ് വായു എന്നാ പറയാം. പൃഥ്വി അപ് തേജസ് വായു അല്ലെ. ഭൂമിയുണ്ട്, പിന്നെയോ ആകാശമുണ്ട്, വായുവുണ്ട്, ജലമുണ്ട്, പിന്നെയോ അഗ്നി അല്ലെ. ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി. ഓക്കെ അല്ലേ? പൃഥ്വി തന്നെയാണ് ഭൂമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഒരു ശരീരമാകട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഭൂമി ആകട്ടെ എല്ലാം എന്താണ്, പഞ്ചഭൂത നിർമ്മിതമായതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന നമുക്കല്ലേ നമ്മുടെ ഈ പറയുന്ന നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെ, നമുക്ക് എന്താണ് ഈ വായു വേണം, പിന്നെയോ നമുക്ക് ജലം വേണം, അപ്പോൾ അത്തരത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം വേണം. അപ്പോൾ ഇത്തരത്തിൽ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ് നമ്മുടേതാണെങ്കിലും, അതുപോലെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മൾ ജീവിക്കുന്നതാണെങ്കിലും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ഈ നമഃശിവായ എന്ന് പറയുന്ന 5 അക്ഷരങ്ങളും എന്തിനെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ഒരു വസ്തുത കൂടെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. നോക്കൂ, നമഃശിവായയിലെ ന എന്ന അക്ഷരം ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളിലെ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ അക്ഷരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നഗാരമാണ് കേട്ടോ. അവിടെ ബീജം ബ്രഹ്മബീജമാണ് കേട്ടോ, മന്ത്രസംബന്ധിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെന്താണ്, ബ്രഹ്മബീജമാണ്. ഇനി നോക്കൂ, മകാരം എന്നാൽ നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ ജലത്തെ കുറിക്കുന്ന അക്ഷരമാണ് എന്താ, മകാരം. ഓക്കെ ആണോ? അപ്പോൾ നഗാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭൂമിയെ കുറിക്കുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഗാരമാണ്. അതിലെ മന്ത്രബീജം എന്ന് പറയുന്നത് ബ്രഹ്മബീജമാണ്. ഇനി നോക്കൂ, അടുത്തതായി നമ്മൾ പറയുന്നു അല്ലെങ്കിൽ മകാരം അല്ലെങ്കിൽ മാ എന്ന അക്ഷരത്തിൽ പഞ്ചഭൂതങ്ങളിലെ ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അക്ഷരമാണ് ഇത്, മകാരം. ഓക്കെ ആണോ? അതിലെ ബീജം എന്ന് പറയുന്നത് വിഷ്ണു ബീജമാണ് കേട്ടോ. ഇനി നോക്കൂ, ശികാരം എന്ന് പറയുന്ന അക്ഷരം അല്ലെ, അഗ്നിയെ കുറിക്കുന്ന അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന അക്ഷരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, ശികാരമാണ് കേട്ടോ. നമഃശിവായയിലെ 3ാമത്തെ അക്ഷരമായിട്ടുള്ള ശികാരമാണ്. അത് രുദ്രബീജം മഹാദേവന്റെ തന്നെയാണ് കേട്ടോ. ഇനി നോക്കൂ, വകാരം പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് അല്ലെ, വായുവിന്റെ തന്നെ അല്ലെ, പഞ്ചഭൂതങ്ങളിലെ വായുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഏതാ, നമ്മൾ ഈ പറയുന്ന വകാരം. ഓക്കെ ആണോ? അവിടത്തെ മഹേശ്വര ബീജമാണ് കേട്ടോ. ഇനി നോക്കൂ, യകാരം അല്ലെ, ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന കാരമാണ് ഇത്, യകാരം എന്ന് പറയുന്നത് സദാശിവ ബീജമാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ്, അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ഒരിക്കൽ കൂടെ പറയുകയാണ്. എവിടെ നിന്നുമാണ്, യജുർവേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള ശ്രീ രുദ്ര ചക്ര സ്തോത്രത്തിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഞ്ചാക്ഷരി മന്ത്രം എടുത്തിട്ടുള്ളത്. അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണം 5 അക്ഷരങ്ങളാണ്. ആദ്യത്തെ അക്ഷരമായ നാ എന്ന് പറയുന്ന നഗാരം ഭഗവാന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെ കുറിക്കുന്നുവെങ്കിൽ അതിൽ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചഭൂതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയാണ്. ബീജം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മബീജമാണ്. ഇനി നോക്കൂ, മകാരം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, മകാരമാണെങ്കിലോ പ്രപഞ്ചത്തെ കുറിക്കുന്ന കാരമാണ് ഇത്, മകാരം. അതിൽ നമ്മൾ പറയുന്ന പഞ്ചഭൂതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെങ്കിൽ അത് ജലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെ. മകാരം ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ബീജം വിഷ്ണു ബീജമാണ്. ഇനി നോക്കൂ, ശികാരം എന്ന് നമ്മൾ പറഞ്ഞു, ശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശികാരം. ശികാരത്തിൽ പഞ്ചഭൂതങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ്, അഗ്നിയാണ് അല്ലെ. മഹാദേവന്റെ തൃക്കണ്ണിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ചിരിക്കുക, പെട്ടെന്ന് കണക്ഷൻ ചെയ്യുക. താഴോട്ടും ഭഗവാന്റെ പേരുകളാണ് മറ്റു ബീജങ്ങളിലൊക്കെ വരുന്നതെങ്കിലും ആദ്യത്തെ ഇതിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ചിരിക്കുക. 3ാമത്തെ അക്ഷരം തൃക്കണ്ണെന്ന് എന്തെങ്കിലും എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നൊന്ന് കിട്ടും അല്ലെ. തൃക്കണ്ണിൽ നിന്നല്ലേ, അഗ്നി ഇത് ചെയ്യുന്നതാണെന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ശികാരം എന്നാൽ അഗ്നിയാണ്, രുദ്രബീജമാണ്. ഇനി വകാരത്തിലാണെങ്കിലോ അല്ലെ, ഭഗവാന്റെ പ്രകടമായിട്ടുള്ള ലാളിത്യത്തെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, വകാരത്തിൽ പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ പ്രകടമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്നത് വായുവിനെയാണ്. ബീജം മഹേശ്വര ബീജമാണ് കേട്ടോ. ഏതാണ്, മഹേശ്വര ബീജമാണ്. ഇനി ഏറ്റവും അവസാനത്തെ അക്ഷരമായിട്ടുള്ള യകാരം അല്ലെ, യകാരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ആരെയാണ്, ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും
സദാശിവ ബീജമാണ് എന്ത് ചെയ്യുന്നത് അതിൽ വരുന്ന മന്ത്രത്തിന്റെ അല്ലെ. പിന്നെയോ നമ്മൾ ഈ പറയുന്ന യകാരം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ പ്രതിദാനം ചെയ്യുന്നു എന്നല്ലേ, അക്ഷരത്തെ അല്ലെങ്കിൽ കുറിക്കുന്നത് ആത്മാവിനെ കുറിക്കുന്നതാണ് നമശിവായിലെ യാ എന്ന അക്ഷരം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു പ്രീവിയസ് ചോദ്യമാണ് ഈ പറയുന്ന നമശിവായ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മറ്റു കാര്യങ്ങൾ അതിനുള്ളിലേക്ക് കടന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഈ കാര്യം വളരെ ഭംഗിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ മഹാദേവനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ. മഹാദേവൻ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യുകയാണ്, നമ്മൾ സാക്ഷാൽ മഹാവിഷ്ണുവിലേക്ക് എന്ത് ചെയ്യുകയാണ്, കടക്കുകയാണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നരസിംഹ ജയന്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ മറ്റ് അവതാരങ്ങളുടെ കൂടെ അവതാര ദിവസങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം പ്രീവിയസ് ചോദ്യങ്ങളിലൊക്കെ അവതാര ദിനങ്ങൾ ചോദിച്ചു വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളം സൃഷ്ടിച്ചു അല്ലെങ്കിൽ തൻ്റെ മഴുവെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ പരശുരാമനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അല്ലേ. നമുക്കറിയാം പരശുരാമൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ സദാ ഉള്ള ഒരു ആയുധമാണ് എന്ത്, മഴു എന്ന് പറയുന്നത് അല്ലെ. മഴുവിന്റെ മറ്റൊരു പേരാണ് എന്ത്, പരശു എന്ന് പറയുന്നത് അല്ലെ. പരശു, മഴു അല്ലെ, കോടാലി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ആയുധത്തെയാണ്. അപ്പോൾ പരശു ആയുധമായിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് അറിയപ്പെടുന്നു, പരശുരാമൻ എന്ന് അറിയപ്പെടുന്നു അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു മത്സ്യകൂർമ്മ വരാഹശ്ച നാരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന അല്ലെ. അപ്പോ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കൃതയുഗത്തിൽ അല്ലെങ്കിൽ സത്യയുഗത്തിൽ അവസാനത്തെ അവതാരമായിരുന്നു ആര്, നമ്മുടെ നരസിംഹാവതാരം എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കേണ്ടത് പരശുരാമന്റെ അവതാരവും ബാക്കി കാര്യങ്ങളുമാണ് അല്ലെ. അപ്പൊ നോക്കൂ, നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് അല്ലെ കൃതയുഗത്തിൽ. അപ്പോൾ നമ്മൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. ഇവിടെ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിൽ 4 അവതാരങ്ങൾ നമുക്കറിയാം. ആരൊക്കെയാണ്? മത്സ്യം, പിന്നെയോ കൂർമ്മം, വരാഹം, നരസിംഹം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഈ കൃതയുഗം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അല്ലെ ത്രേതായുഗമാണ് അല്ലെ. ത്രേതായുഗത്തിലെ 3 അവതാരങ്ങളാണ് ആരൊക്കെ? വാമനൻ, പരശുരാമൻ, പിന്നെയോ ശ്രീരാമൻ കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ ദ്വാപര യുഗത്തിൽ അല്ലെ, ദ്വാപര ബാലൻ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ അറിയാമല്ലോ. ദ്വാപര യുഗത്തിലെ അവതാരങ്ങളാണ് ആരൊക്കെ? ബലരാമനും ശ്രീകൃഷ്ണനും. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, കൽക്കിയിൽ അല്ലെ, കലിയുഗം, ഏറ്റവും അവസാനത്തെ യുഗമായിട്ടുള്ള കലിയുഗത്തിലാണ് ആര് അവതരിക്കുക? കൽക്കി അല്ലെ. നമ്മൾ പറയുന്നത് ഇനി അവതരിക്കുന്ന അല്ലെങ്കിൽ അവതരിക്കുമെന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 10ാമത്തേതായിട്ട് കണക്കാക്കുന്നതാണ് ഇത് കൽക്കി അവതാരം അല്ലെ. അപ്പോൾ ആദ്യത്തെ 4 അവതാരങ്ങൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിലും, പിന്നീടുള്ള 3 പേര് അല്ലെ 3 അവതാരങ്ങൾ ത്രേതായുഗത്തിലും. പിന്നെയോ അപ്പൊ ആ ഒരു അക്ഷരം വെച്ച് തന്നെ ഓർമ്മിക്കുക കേട്ടോ. 3 അല്ലെങ്കിൽ 3 എന്നുള്ള അല്ലെ ത്രേതായുഗത്തിൽ 3 പേര്, ദ്വാപരം അല്ലെ 2 എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, അങ്ങനെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ചിലപ്പോ ഈ യുഗത്തിലെ അവതാരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിലെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? മത്സ്യമുണ്ട്, കൂർമ്മമുണ്ട്, വരാഹമുണ്ട്, നരസിംഹമുണ്ട്. ആ ഓർഡർ മറന്നു പോരുത് ഒരിക്കലും. ആദ്യത്തെ അവതാരം മത്സ്യമാണ്, 2ാമത്തേത് കൂർമ്മം ആമയുടെ രൂപത്തിലുള്ളതാണ്, പിന്നെയോ 3ാമത്തേത് വരാഹം പന്നിയുടെ രൂപത്തിലാണ്, 4ാമത്തേത് നരസിംഹാവതാരത്തിലാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് രാമോ രാമശ്ച അല്ലെ. ആദ്യത്തെ വാമനനുണ്ട് കേട്ടോ. 5ാമത്തേത് വാമനനാണ്. 6 മുതലാണ് എന്താണ് രാമോ രാമശ്ച നമ്മൾ പറയുന്നത് അല്ലെ. ഇവിടെ ആരുണ്ട്? പരശുരാമനുണ്ട്, ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്, അത് കഴിഞ്ഞാണ് ആര്? കൃഷ്ണനും പിന്നെ കൽക്കിയും അല്ലെ. അപ്പോ വാമനൻ 5ാമത്തെ വാമനൻ, 6ാമത്തെ പരശുരാമനും 7ാമത്തെ ശ്രീരാമനും നമ്മുടെ ഈ ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിലാണ്. പിന്നെ വരുന്ന ബലരാമൻ അല്ലെ 8ാമത്തെ, പിന്നെ 9ാമത്തെ കൃഷ്ണനും ദ്വാപര യുഗത്തിലാണ്. പിന്നെയോ കലിയുഗത്തിൽ കൽക്കി മാത്രമാണ് കേട്ടോ. ഇതാണ് ആ ഒരു അവതാരക്രമം, കാലഘട്ടവും ആ ഒരു യുഗം എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. നമ്മുടെ പൂന്താനത്തിന്റെ ആ ഒരു വരികളിൽ പറയുന്നുണ്ടല്ലോ, യുഗം 4 നല്ലു കലിയുഗം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഒരു സത്യയുഗത്തിലൊക്കെ ഏറ്റവും സദ്യധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും കൂടി നിന്നൊരു കാലഘട്ടമാണ്. പിന്നെ അത് കുറഞ്ഞു വരുന്നു എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നിൽക്കട്ടെ. അപ്പോ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് പരശുരാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ അവതാരമാണ്? 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. അപ്പോ ഈ 6ാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമൻ ജനിച്ച ദിവസം തന്നെയാണ് എന്ത് പരശുരാമ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസമാണെന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ തൃതീയയാണ് കേട്ടോ.
വൈശാഖ മാസത്തിലെ തൃതീയയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരശുരാമ ജയന്തി ആചരിക്കുന്നത്. നമ്മുടെ അതില് അക്ഷയ തൃതീയ ഉണ്ടല്ലോ, അക്ഷയ തൃതീയയും ഈ പരശുരാമ ജയന്തിയും എല്ലാം ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അക്ഷയ തൃതീയയും പരശുരാമ ജയന്തിയും എന്ത് തന്നെയാണ്, ഒരേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ എന്ന് പറഞ്ഞു. പരശുരാമന്റെ ഇതിഹാസം ത്രേതായുഗം മുതലുള്ളതാണെന്ന് ഇത് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങളോട് എന്ത് ചെയ്യാൻ, ഇതിന്റെ അനുബന്ധം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു പോവാം. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് ആര്? ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് നമ്മൾ ഈ പറയുന്ന പരശുരാമൻ അല്ലെ. ജാമദഗ്നി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന ഭഗവാനെ പരശുരാമനുണ്ടല്ലോ, പരശുരാമന്റെ ഒരു അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് കാർത്തവീര്യാർജുനെ വധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാനോട് ഭൂമിദേവി ആ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ പരശുരാമനായിട്ട് അവതാരം എടുത്ത് എന്ത് ചെയ്യാം, വധിച്ചുകൊള്ളാമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ജമദഗ്നി രേണുകയുടെ പുത്രനായിട്ടാണ് ആര് ജനിക്കുക, നമ്മുടെ പരശുരാമൻ ജനിക്കുക. അവർക്ക് മറ്റു മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ കുഞ്ഞിലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിസമൃദ്ധമായിട്ട് പഠിക്കുമ്പോൾ മഹാദേവനാണ് നമ്മൾ ഈ കാണുന്ന പരശുരാമന് സമ്മാനമായിട്ട് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരശു ആയുധമായിട്ട് കുഞ്ഞിലെ തന്നെ ലഭിച്ചത് മുതലാണ് പേരെന്താകുന്നത്, പരശുരാമനായിട്ട് മാറുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ എന്തോ ഒരു ഘട്ടത്തിൽ ജമദഗ്നി മഹർഷി എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യയുമായിട്ട് വഴക്കിട്ടൊരു ദേശീയ സമയത്ത് എന്ത് ചെയ്യുന്നു, മക്കളോടായിട്ട് ഭാര്യയുടെ തല ഛേദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും മാറി നിൽക്കും. ലാസ്റ്റ് പരശുരാമന്റെ ഊഴ എത്തുമ്പോൾ പരശുരാമൻ ഒരു ചോദ്യം ചോദിക്കും, ഞാനിത് ചെയ്യുകയാണെങ്കിൽ അച്ഛൻ എനിക്ക് എന്താണ് നൽകുക എന്ന് ചോദിക്കുമ്പോൾ, നീ എന്ത് ചോദിച്ചിരുന്നാലും ഞാൻ എന്ത് ചെയ്യും, നൽകുമെന്ന് പറയുന്നു കേട്ടോ. പറയുന്ന മാത്രയിൽ തന്നെ പരശുരാമൻ എന്ത് ചെയ്യുന്നുണ്ട്, ജമദഗ്നിയുടെ ഭാര്യയുടെ അല്ലെ സ്വന്തം അമ്മയുടെ തല എന്ത് ചെയ്യുന്നു, ഛേദിച്ച് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൽ സന്തുഷ്ടനായിട്ടുള്ള ജമദഗ്നി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയുകയാണ്, എൻ്റെ അമ്മയെ പുനർജീവിക്കുക എന്ന് എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഥയൊക്കെ അതിലുണ്ട്. രണ്ടാമതായിട്ട് ക്ഷത്രിയ വംശത്തെ മുഴുവൻ എന്ത് ചെയ്തു, ആ ഒരു കുലം മുഴുവൻ പരശുരാമൻ കൊന്നു ഒടുക്കുന്നുണ്ട് കേട്ടോ. ക്ഷത്രിയരെ മുഴുവൻ വധിക്കുമെന്നൊരു ശപഥം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരശുരാമൻ എല്ലാവരെയും വധിച്ച് ആ ഒരു കർമ്മം ചെയ്യുന്നത്. നമ്മുടെ ജമദഗ്നിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ കാമധേനു എന്ന് പറയുന്ന നമുക്കറിയാവുന്ന ഒരു പശുവുണ്ട്. അപ്പോൾ കാർത്തവീര്യാർജുനൻ ഒരിക്കൽ എന്ത് ചെയ്യുന്നു, ഈ മുനിയുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ആര് സൽക്കരിക്കുന്നു, ജമദഗ്നി മഹർഷി സൽക്കരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉറവിടം അന്വേഷിക്കുമ്പോൾ എന്താണ്, കാമധേനു എന്ന പശു എന്താവശ്യപ്പെടുമ്പോഴും നൽകുന്നു കണ്ടിട്ട് വളരെ സൂത്രശാലിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമർത്ഥമായിട്ട് ജമദഗ്നി മഹർഷിയോട് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു കാമധേനുവിനെ എനിക്ക് നൽകാനായിട്ട് ആരാവശ്യപ്പെടുന്നുണ്ട്, കാർത്തവീര്യാർജുനൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനായിട്ട് വഴങ്ങുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് കാമധേനുവിനെ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു കെട്ടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ജമദഗ്നി മഹർഷി തടയാൻ ശ്രമിക്കുകയും ആ സമയത്ത് ജമദഗ്നി മഹർഷിയെ വധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കാർത്തവീര്യാർജുനൻ കാമധേനുമായിട്ട് എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരശുരാമൻ വരുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ഒരു മരണം അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ തൻ്റെ അമ്മ അതിൽ പറയുന്ന 21 തവണ ലോകം ചുറ്റി ക്ഷത്രിയ നാശം വരുത്തി എന്നാ പറയുന്നത്. അതിന് പിന്നിൽ പറയുന്ന മറ്റൊരു കാര്യം, 21 തവണ രേണുക, അമ്മയായിട്ടുള്ള രേണുക മാർത്തടിച്ചിട്ട് അല്ലെ തൻ്റെ ഭർത്താവിനെ കൊന്ന അവരെ വധിക്കണമെന്ന് പറഞ്ഞ് 21 പ്രാവശ്യം മാറിലടിച്ചു കരഞ്ഞു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 21 തവണ ഇങ്ങനെ ലോകം ചുറ്റിയിട്ടാണ് എന്ത് ചെയ്ത് പരശുരാമൻ ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൊന്നൊടുക്കിയതിനു ശേഷം ഒരു പാപപരിഹാരം എന്നോണം എന്ത് ചെയ്യുന്നുണ്ട്, സകല ഭൂമികളും ആർക്ക് ദാനം ചെയ്യുന്നു, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ് ഈ പാപത്തിൽ നിന്നും ഇത് ചെയ്യാനായിട്ട്. പിന്നെ അച്ഛന്റെ ഒരു പിതൃതർപ്പണം ഒക്കെ നടത്തുന്നുണ്ട്, അച്ഛന് മോക്ഷം കിട്ടുവാനായിട്ട്. ഈ ക്ഷത്രിയ രക്തം തളം കെട്ടി നിർത്തി അതിനകത്താണ് ചെയ്തതെന്നാണ് കേട്ടോ പറയപ്പെടുന്നതൊക്കെ ഒരു കഥകളിൽ. അങ്ങനെ മുഴുവൻ ദാനം ചെയ്തതിനു ശേഷം പരശുരാമന് തപസ്സനുഷ്ഠിക്കാനായിട്ട് സ്ഥലമില്ല എന്ന് പറയുകയാണ്. കാരണം ദാനം ചെയ്ത ഭൂമിയിൽ ഒരിക്കലും പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, തപസ്സനുഷ്ഠിക്കാൻ പാടില്ല അല്ലെ, താൻ ദാനം ചെയ്ത വസ്തുക്കളാണല്ലോ, പിന്നെ അതിൽ തനിക്കൊരു അവകാശമില്ല എന്നാണ്. അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് വരുണൻ എന്ത് ചെയ്യുന്നു, ജലദേവനായിട്ടുള്ള വരുണൻ പരശുരാമനോട് പറയുകയാണ്, എന്ത് ചെയ്യുക, നിന്റെ ആ ഒരു മഴു എറിയുന്ന അത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യാം, ഒഴിഞ്ഞു തരാം, അത്രയും ഭാഗം എന്ത് ചെയ്യും, തപസ്സനുഷ്ഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പരശുരാമൻ മഴു എറിഞ്ഞ സമയത്ത് അല്ലെ ആ ഭാഗത്തു നിന്നും ഇനി തെക്ക് കന്യാകുമാരി അല്ലെ അതിനടുത്ത് വരെ എന്ത് ചെയ്തു, ഈ മഴ വന്ന് വീഴുകയും അത്രയും ഭാഗം എന്ത് ചെയ്തു, കേരളമായിട്ട് അല്ലെ, അങ്ങനെ ഈ ജലം വഴിമാറിയിട്ട് കേരളമായി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. പുരാണ കഥകളാണ്, അതിന്റെ ഒരു ഐതിഹ്യങ്ങളായിട്ടൊക്കെ പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ കേരളം സൃഷ്ടിച്ചു എന്നും തന്നെ മഴ കൊണ്ട് അല്ലെ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയേ ഉള്ളൂ. പരശുരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമാണ്. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ്. പിന്നെയോ നമ്മുടെ വൈശാഖ മാസത്തിലെ അല്ലെ തൃതീയ നാളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് പരശുരാമ ജയന്തി ആചരിക്കുന്നത് അല്ലെ. അക്ഷയ തൃതീയ എന്ന് പറയുന്ന ദിവസവും പരശുരാമ ജയന്തിയും എല്ലാം ഒരു ദിവസം തന്നെയാണ്. കൃതയുഗത്തിലെ 4 അവതാരങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് പരശുരാമ അവതാരം നടക്കുന്ന ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രേതായുഗത്തിലാണ് കേട്ടോ. ത്രേതായുഗത്തിലെ 2ാമത്തെ അവതാരമാണ് മഹാവിഷ്ണുവിന്റെ 2ാമത്തെ അവതാരവും. ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരവുമാണ് ആരുടേത്, പരശുരാമന്റേത് കേട്ടോ. അപ്പൊ പരശുരാമനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം നമ്മുടെ പരശുരാമനുമായി ബന്ധപ്പെട്ട അതിപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ പ്രീവിയസിൽ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. തിരുവല്ലം ഒരു ക്ഷേത്രത്തിനകത്ത് ബലി പിണ്ടാദി കർമ്മ ക്രിയകളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് ഏത്, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അല്ലെ. തിരുവല്ലവുമുണ്ട് തിരുവല്ലയുമുണ്ട് കേട്ടോ, ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഇവിടെ തിരുവല്ലമാണ് കേട്ടോ, തിരുവനന്തപുരത്തുള്ള തിരുവല്ലമാണ് ഇത്. ഈ തിരുവല്ലയിലെ ഇത് തിരുവല്ലാഴപ്പനാണ് കേട്ടോ, തിരുവല്ലാഴപ്പനാണ്, മഹാവിഷ്ണുവിൻ്റെ തന്നെയാണ്. നമ്മുടെ മലയൻകീഴും തിരുവല്ല വല്ലഭ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ എന്ത് തന്നെയാണ്, തിരുവല്ലാഴപ്പനാണ്. വളരെ ഭംഗിയുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ തിരുവല്ല. ഓക്കെ, നോക്കൂ, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ പരശുരാമന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. മുഴുക്കാപ്പൊക്കെ ചാർത്തിയിട്ട് ഈ മഴയോടുകൂടി ഭഗവാൻ ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന പിണ്ടോദക ക്രിയകൾ, ബലികർമാദികൾ ഇത്യാദി മുതലായവ എവിടെ നടക്കുന്നുണ്ട്, ക്ഷേത്ര മതിൽക്കകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. നിരവധി ആൾക്കാരാണ് ദിവസവും വരുന്നത്. പിന്നെയോ നമ്മുടെ ഈ മരിച്ചുപോയവർക്ക് അല്ലെ നമ്മുടെ ഈ ബലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ നടത്തുന്ന മറ്റൊരു ചടങ്ങാണ് എന്ത്, തിലഹോമം അല്ലെ. തിലഹോമം എന്ന് പറയാ അറിയാലോ, തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ് കേട്ടോ. എള്ള് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ മരിച്ചവരുടെ പേരും മരിച്ച ദിവസത്തെ നാളും കൂടെ പറയുമ്പോൾ എള്ള് കൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് എള്ളും നെയ്യും കൂടെ ചേർത്ത് എന്ത് ചെയ്യാറുണ്ട്, പരികർമ്മി ആ ഒരു ചടങ്ങ് തിലഹോമം എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. പിന്നെ അവിടെ ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യമാണ് പാൽപ്പായസം നേദിക്കുക കേട്ടോ. തിരുവല്ലം ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ പാൽപ്പായസമൊക്കെ നേദിക്കുക, പാൽപ്പായസം വെള്ളച്ചോറൊക്കെ നേദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ അമ്പലത്തറയ്ക്കൊക്കെ അടുത്തായിട്ട് അല്ലെ തിരുവല്ലം. ആ ഒരു തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ആ സ്ഥലത്തിന്റെ പേര് തിരുവല്ലമാണ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ഓക്കെ അല്ലേ?